പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ഒന്നാം പിണറായി സർക്കാർ ആവിഷ്കരിച്ച കിഫ്ബി പദ്ധതിയിലൂടെ ഉദുമ മണ്ഡലത്തിൽ ഏകദേശം 500 കോടിയോളം രൂപയുടെ പ്രവൃത്തികളാണ് നടന്നു വരുന്നത്. ഏകദേശം 45 കോടിയോളം രൂപയുടെ സ്കൂൾ കെട്ടിടങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്.
തന്നെ ബേഡകം താലൂക്ക് ആശുപത്രിക്ക് 14 കോടി രൂപയുടെ കെട്ടിടമാണ് നിർമ്മിക്കാൻ പോകുന്നത്. അതിന് ഭരണാനുമതി കിട്ടി, അതിൻ്റെ ടെൻഡർ പ്രോസസ്സ് പൂർത്തിയായി. ഇപ്പോൾ അത് ULCC ആണ് എടുത്തിരിക്കുന്നത്. ബേഡകം പഞ്ചായത്തിനെയും മുളിയാർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഛോട്ടാ പാലത്തിന് 20 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. ആ പാലത്തിൻ്റെ പണി പൂർത്തിയാകാൻ പോകുന്നു. അതുപോലെ തന്നെ തെക്കിലാലട്ടി റോഡ് ഏറ്റവും സുപ്രധാനമായ റോഡാണ്. ചെമ്പനാട് പഞ്ചായത്ത്, ബേഡകം പഞ്ചായത്ത്, കുറ്റിക്കോൽ പഞ്ചായത്ത് 3 പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന കർണാടകയുമായി ബന്ധപ്പെടുന്ന ഒരു ഇൻ്റർ സ്റ്റേറ്റ് റോഡാണ് തെക്കിലാലട്ടി റോഡ്. ഏകദേശം 100 കോടി രൂപയാണ് ആ റോഡിന് വേണ്ടി ചെലവഴിച്ചത്. കുറ്റിക്കോൽ, ബേത്തൂർപ്പാറ, എരിഞ്ഞിപ്പുഴ, ബോവിക്കാൻ റോഡ് 60 കോടിയോളം രൂപയുടെ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. അതുപോലെ വിവിധ മേഖലകളിൽ ഈ കിഫ്ബി പദ്ധതിയിലൂടെ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം നടന്നതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉദുമ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇത്രയും അധികം പ്രവൃത്തികൾ ഒരു കാലത്ത് നടന്നിട്ടില്ല. മുൻകാലങ്ങളിൽ ബഡ്ജറ്റിൽ വരുന്ന ഏതാനും പ്രവൃത്തികൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ കിഫ്ബി വഴി മിക്കവാറും റോഡുകൾ മെക്കാടം ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ മിക്കവാറും സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ വന്നു കഴിഞ്ഞു. ഒരു സാംസ്കാരിക നിലയമാണെങ്കിൽ നീലേശ്വരം മടിക്കയിലെ 40 കോടി രൂപ ചെലവഴിച്ച TS തിരുമുമ്പ് സ്മാരക സാംസ്കാരിക നിലയം വന്നു. EMS സ്റ്റേഡിയം നീലേശ്വരത്ത് തന്നെ വന്നു. അങ്ങനെ എടുക്കുകയാണ്. അതുപോലെ തന്നെ കുമ്പള ടു മുള്ളേരിയ വരെയുള്ള 140 കോടി രൂപ ചെലവഴിച്ചുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള റോഡ് വന്നു. ആ രൂപത്തിലെല്ലാം ഏറ്റവും വലിയ വികസനമാണ് ജില്ലയിലും അതിൻ്റെ ഭാഗമായി ഉദുമ മണ്ഡലത്തിൽ നടന്നത്. മലയോര ഹൈവേ അതിൽ എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനമാണ്. നന്താരപ്പദവിൽ നിന്ന് ആരംഭിക്കുന്ന മലയോര ഹൈവേ അതിൻ്റെ 1-2 റീച്ചുകൾ ഏറെക്കുറെ പൂർത്തിയായി. അതിൽ ഉദുമ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ പ്രവൃത്തി നിൽക്കുന്നത്. ആ പ്രവൃത്തി മുടങ്ങാൻ കാരണം ഫോറസ്റ്റിൻ്റെ ഭൂമിയിലൂടെ കടന്നു വരുന്നതിന് പിന്നാണ്. ഫോറസ്റ്റ് ഭൂമിക്ക് പകരം ഭൂമി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ആ പ്രോസസ്സ് കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ അതേ പ്രവൃത്തി ആരംഭിക്കും. അതോടുകൂടി മലയോര ഹൈവേ യാഥാർത്ഥ്യമാകും. ഇങ്ങനെ ചുരുക്കം തീരദേശ ഹൈവേക്ക് വേണ്ടിയുള്ള ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാകുന്നുണ്ട്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഏറ്റവും മികച്ച ഒരു വികസന പ്രവർത്തനമാണ് ജില്ലയിലും പ്രത്യേകിച്ച് ഉദുമ മണ്ഡലത്തിൽ നടക്കുന്നത്. ഇത് കിഫ്ബി എന്ന പദ്ധതിയിലൂടെ ആ പദ്ധതി ആവിഷ്കരിച്ചതിന് ഫലമായിട്ട് വന്നാണ്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലും അതുപോലത്തെ ഉദുമ മണ്ഡലത്തിൽ നടക്കുന്നത്. കിഫ്ബി പദ്ധതിയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വികസന പദ്ധതി എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.